12.4mm ഡൈനാമിക് ബേസ് ഡ്രൈവേഴ്സ് ആണ് ഈ രണ്ട് ഇയർബഡുകളിലും വരുന്നത്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഇയർബഡിലുണ്ട്, എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേറ്റിംഗ് കിട്ടുമെന്ന് എവിടെയും തന്നെ ഇതിലങ്ങോട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടില്ല. ഡ്യുവൽ മൈക്ക് AI ഡീപ് കോൾ നോയ്സ് ക്യാൻസലേഷൻ ആണ് നമുക്ക് ഈ ഒരു ഇയർബഡിൽ കാണാൻ പറ്റുക. എന്തായാലും മൈക്ക് ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് രണ്ട് ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ അത്യാവശ്യം ഡ്രിസ്ലിംഗിലും അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് വിയർത്താൽ പോലും ഈ ഒരു ഇയർബഡുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. കേടുപാടൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു സ്പെക് വൈസ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വേണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത്, അതായത് ആദ്യമായിട്ട് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഒരു പതർച്ച ഫീൽ, അതായത് 100% ഇടുമ്പോഴത്തേക്ക് ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന, പ്രത്യേകിച്ച് റിയൽമി എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആ ഒരു ക്വാളിറ്റി കിട്ടാത്തൊരു ഫീലായിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ T200 ലൈറ്റിന് T110 നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും വില 1500 എന്നാൽ ഇതിൻ്റെ വില നോക്കുമ്പോഴത്തേക്ക് 1390 എത്തിക്കുന്നു. ചിലപ്പോൾ ഇനി അവർ T100 അല്ലെങ്കിൽ T110 കുറച്ചിട്ടാണോ ആ ഒരു T200 ലൈറ്റ് ഇറക്കിയിരിക്കുന്നത് എന്നൊക്കെ തോന്നി. പക്ഷേ പിന്നെയാണ് ഈ കട്ടിയത്, ഞാൻ ആ ഒരു കോഡൊക്കെ നോക്കി, അപ്പോഴാണ് മനസ്സിലായത് SBC കോഡക്കിലാണ് കിടന്നത്. എന്നാൽ അത് AAC കോഡക്കിലേക്ക് മാറിയപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു റിയൽമിയുടെ അടിപൊളി സ്വഭാവത്തിലേക്ക് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു.